സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ നിർമ്മാണ പങ്കാളിയായും പിന്നീട് ഏറ്റവും മികച്ച കമൽ ചിത്രമായ മധുരനമ്പരക്കാരൻ്റെ നിർമ്മാതാവായും മലയാള ചലച്ചിത്ര രംഗത്ത് എത്തിയ കുമാർ നന്ദ. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചിത്രത്തിൻ്റെ തുടക്കം ആണിത്. ആദ്യത്തെ ചിത്രം കുട്ടിഭൂതവും രണ്ടാമത്തെ ചിത്രം മുല്ലശ്ശേരി മാധവൻകുട്ടിയും. മൂന്നാമത്തെ ചിത്രത്തിൻ്റെയും കഥ കഴിഞ്ഞ ചിത്രങ്ങളിലെ പോലെ തന്നെ 3 ചിത്രങ്ങളുടെയും കഥ സംവിധായകൻ്റേത് തന്നെയാണ്. മിസ്സസ് ഹസ്ബൻഡ് പേര് കേൾക്കുമ്പോൾ തോന്നും നല്ലൊരു കോമഡിയാണ്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളത് ഇപ്പോഴത്തെ ജനറേഷൻ നല്ലതായിട്ടുള്ള സിനിമയാണ്. ഇത് കഥയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ സിനിമ എല്ലാവരും കാണണം, എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ എല്ലാവരും ആവശ്യപ്പെടുന്നു. മലയാള സിനിമ ഒരു നല്ല കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇറങ്ങുന്ന നല്ല സിനിമകൾ മുഴുവൻ വിജയിക്കുന്നു. പ്രേക്ഷകർ മുഴുവൻ തിയേറ്ററിലേക്ക് ആകർഷിക്കപ്പെടുന്ന നല്ല സിനിമകൾ ഉണ്ടാകുന്നു. അത് കാണാൻ പ്രേക്ഷകർ കൂട്ടത്തോടെ വരുന്നു. തീർച്ചയായും അതൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. നല്ല സിനിമ കൊടുത്താൽ തീർച്ചയായും പ്രേക്ഷകരെ ആകർഷിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഒരു നല്ല അനുഭവമാണ് ഇപ്പോൾ സിനിമയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഈ സിനിമയും പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു നല്ല കഥയുണ്ട്, നല്ല തിരക്കഥയുണ്ട്, നല്ല പാട്ടുകളുണ്ട്. എല്ലാ ചേരുവകളും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കോർത്തിണക്കിയ ഒരു നല്ല സിനിമയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ ചിത്രീകരണം മുഴുവൻ വിദേശത്താണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു മനോഹാരിതയും ദൃശ്യഭംഗിയും ഈ സിനിമയ്ക്കുണ്ടായിരിക്കും. നമസ്കാരം, ഞാൻ കുമാർ നന്ദ. മുല്ലശ്ശേരി മാധവൻകുട്ടി നിയമം PO എന്ന ചിത്രത്തിന് ശേഷം ഞാൻ കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്, എൻ്റെ പുതിയ ചിത്രമാണ് മിസ്സസ് ഹസ്ബൻഡ്. ഇതിൽ പ്രേമമുണ്ടോയെന്ന് ചോദിച്ചാൽ പ്രേമമുണ്ട്. കുടുംബ പശ്ചാത്തലമാണോ? അല്പം കുടുംബ പശ്ചാത്തലവുമുണ്ട്. കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടും പരിഷ്കാരമില്ലാത്തൊരു യുവാവ് ഒത്തിരി പരിഷ്കാരമുള്ളൊരു യുവതിയെ വിവാഹം ചെയ്തതിന് ശേഷം അവരുടെ അവരിലുണ്ടാവുന്ന പല പ്രശ്നങ്ങളാണ് ഞാൻ ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകരിലെത്തിക്കും. എൻ്റെ പേര് ഷെയ്ൻ. എൻ്റെ രണ്ടാമത്തെ പടമാണ് മിസ്സസ് ഹസ്ബൻഡ്. പിന്നെ എൻ്റെ സന്തോഷം എന്ന് വെച്ചാൽ ഫാദേഴ്സ് ഡേയിലെ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എൻ്റെ ഒരു റിയൽ ഫേസോടെ ഉള്ളൊരു ക്യാരക്ടർ അല്ലായിരുന്നു. നല്ലൊരു കണ്ണാടിക്ക് വെച്ച് ഒരു ഓർഫനേജ് പയ്യൻ്റെ ഒരു ലുക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിലെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ റിയൽ ഫേസ് കാണിക്കാനുള്ളൊരു അവസരമാണ്. അതിന് പുറമേ തന്നെ നല്ല സ്റ്റൈലിഷായിട്ടുള്ള കോസ്റ്റ്യൂംസ് മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ വിദേശത്തുള്ളൊരു വലിയൊരു ബിസിനസ് മാൻ ക്യാരക്ടറാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടും വളരെ സന്തോഷമാണ്. രണ്ടാമത്തെ മൂവി കിട്ടുകയും അവസരങ്ങൾ ഇതേപോലെ ധാരാളം വരുന്നുണ്ട്. എന്തായാലും സന്തോഷം. എല്ലാവരും അനുഗ്രഹിക്കുക. ഹലോ എവരിബഡി, എൻ്റെ പേര് നതാഷ. ഇത് എൻ്റെ സെക്കൻഡ് മലയാളം മൂവിയാണ്. ഈ മൂവി ഐ ഹോപ്പ് ഇറ്റ് ടേൺസ് ഔട്ട് വെൽ and I hope we get all the success and നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് and ഈ പിക്ചർ കാണും. താങ്ക് യു. അച്ചൂസ് ഫിലിം ഇൻ്റർനാഷണലിൻ്റെ ബാനറിൽ കുമാർ നന്ദ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് ഞാൻ നിർമ്മിക്കുന്നത്. ഈ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് വിദേശ ലൊക്കേഷനിലാണ് ഈ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്യുന്നത്. ഈ സിനിമയുടെ കഥ വന്ന് പറഞ്ഞപ്പോൾ വിദേശ ലൊക്കേഷനാണ് ഈ കഥയ്ക്ക് ആവശ്യം എന്ന് കണ്ടുകൊണ്ടാണ് വിദേശ ലൊക്കേഷനിൽ ചിത്രീകരിക്കുന്നത്. ഈ സിനിമ എല്ലാവിധ ആൾക്കാർക്കും, അതായത് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ രസിക്കുന്ന രീതിയിൽ, അതായത് തിയേറ്ററിലിരുന്നാൽ 1 മിനിറ്റ് പോലും ബോറടിക്കാത്ത രീതിയിലുള്ളൊരു സിനിമയാണ് നമ്മൾ
പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ജനറേഷനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല കഥയാണ്, നല്ല സ്ക്രിപ്റ്റാണ്. അത് നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രൊജക്റ്റായിട്ട് മാറും എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശംസകളും ഈ സിനിമയ്ക്ക് വേണം എന്ന് മാത്രം ഇത് പറയാനുള്ളൂ.